ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മധുരയിലാണ്. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും അടിപൊളി വെറൈറ്റി ഫുഡ്സ് കിട്ടുന്ന സ്ഥലം കൂടിയാണ് മധുരൈ. ഇന്നത്തെ വീഡിയോയിൽ മധുരയിൽ കിട്ടുന്ന കുറച്ച് വെറൈറ്റി ഡ്രിങ്ക്സ് പരിചയപ്പെട്ടാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആദ്യം കുടിക്കാൻ പോകുന്നത് ജിഗർദണ്ഡയാണ്. മധുരൈ ഫേമസ് ജിഗർദണ്ഡ. ജിഗർദണ്ഡയ്ക്കായി ഒരുപാട് കടകൾ മധുരയിലുണ്ടെങ്കിലും മധുരൈ ഫേമസ് ജിഗർദണ്ഡയാണ് 1977 ജിഗർദണ്ഡ ആദ്യമായി കൊണ്ടുവരുന്നത്. കാണാൻ ഫലൂഡയോട് സാമ്യമുണ്ടെങ്കിലും ഇതിൽ ചേർക്കുന്ന ചേരുവകളും രുചിയും തികച്ചും വ്യത്യസ്തമാണ്. പാലും ബദാം മരത്തിൽ നിന്ന് കിട്ടുന്ന ഒരുതരം ജെല്ലും നറുനീണ്ടി സർബത്തും വെച്ചാണ് ജിഗർദണ്ഡ ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ ജിഗർദണ്ഡയ്ക്ക് 70 രൂപയാണ് വില വരുന്നത്. മധുരയിൽ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒന്നാണ് ജിഗർദണ്ഡ. പിന്നെ നമ്മൾ കഴിച്ചത് റോസ് മിൽക്കാണ്. ജിഗർദണ്ഡ പോലെ തന്നെ മധുരയിലെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന മറ്റൊരു ഡ്രിങ്കാണ് റോസ് മിൽക്ക്. ഇവിടെ റോസ് മിൽക്കിന് വേണ്ടി മാത്രം കടകൾ തന്നെയുണ്ട്. ജിഗർദണ്ഡ കുടിച്ച കടയിൽ തന്നെ റോസ് മിൽക്ക് ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ റോസ് മിൽക്ക് കുടിച്ചു. ഒരു റോസ് മിൽക്കിന് 50 രൂപയാണ് ചാർജ് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് പരുത്തിപ്പാൽ കുടിക്കാനാണ്. അതും 90 വർഷത്തിന് മേലെ പഴക്കമുള്ള പരുത്തിപ്പാൽ മാത്രം വിൽക്കുന്ന ഒരു കടയിലേക്ക്. ഈ കാണുന്നതാണ് 90 വർഷത്തിന് മേലെ പഴക്കമുള്ള പരുത്തിപ്പാൽ കട. മധുരയിൽ വരുന്നവർ പരുത്തിപ്പാൽ കുടിക്കാനായി തേടി വരുന്നൊരു കടയാണ് ഇത്. പരുത്തി സന്താനത്തിന്റെ കട എന്നാണ് ഈ കട അറിയപ്പെടുന്നത്. ഞാൻ മധുരയിൽ വന്നതിന് ശേഷമാണ് പരുത്തിപ്പാലിനെ പറ്റി കേൾക്കുന്നത്. പരുത്തിച്ചെടിയിൽ നിന്ന് പരുത്തിക്കുരു എടുത്ത് അരച്ച് ശർക്കര, തേങ്ങ, ചുക്ക്, ഏലക്ക എന്നിവയൊക്കെ ചേർത്താണ് പരുത്തിപ്പാൽ ഉണ്ടാക്കുന്നത്. പായസം പോലെ തോന്നുമെങ്കിലും വ്യത്യസ്തമായ രുചിയാണ് പരുത്തിപ്പാലിന്. മധുരയിൽ പല സ്ഥലങ്ങളിലും ഉന്തുവണ്ടികളിലും കടകളിലുമായി പരുത്തിപ്പാൽ വിൽക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കും. 20 രൂപയാണ് ഒരു ഗ്ലാസ് പരുത്തിപ്പാലിൻ്റെ വില. വാർത്തകളിലും ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോസിലും നമുക്ക് ഈ കട കാണാനായി സാധിക്കും. അപ്പോൾ മധുരയിൽ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട മറ്റൊരു ഡ്രിങ്കാണ് പരുത്തിപ്പാൽ. അവസാനമായി ട്രൈ ചെയ്യുന്നത് ബദാം പാലാണ്. ബദാം പാൽ ചൂടോടുകൂടിയും തണുപ്പിച്ചും അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ട്രൈ ചെയ്യുന്നത് തണുപ്പിച്ച ബദാം പാലാണ്. കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് റൂമിൽ വെച്ചാണ് കുടിക്കുന്നത്. 30 രൂപയാണ് ഈ ഒരു കുപ്പി ബദാം പാലിൻ്റെ വില. തണുപ്പിച്ച ബദാം പാലിനേക്കാളും ചൂടോടുകൂടി കിട്ടുന്ന ബദാം പാലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ കിട്ടിയത് തണുപ്പിച്ചതായതുകൊണ്ട് ഇത് ട്രൈ ചെയ്യാം. ഇതുകൂടാതെ മറ്റൊരു ഡ്രിങ്ക് ഉണ്ട്, കമ്പം കൂള്. പകൽ സമയങ്ങളിലാണ് അത് അവൈലബിൾ ആയിരിക്കുന്നത്. രാത്രി അത് കിട്ടാത്തതുകൊണ്ട് അത് കുടിക്കാനായി സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.